ഇപ്പോൾ IAS ട്രെയിനിങ്ങിലുള്ള കുട്ടികളോട് മാം ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടതെന്ന് തോന്നുന്നു. അപ്പം അതും ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. മനുഷ്യരെ മനസ്സിലാക്കുക, മനുഷ്യരെ കുറേ കൂടെ കാണുക. അപ്പോൾ പുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളതൊക്കെ അതൊരു വഴിക്ക് നടക്കും. അത് നമ്മൾ അത്രയ്ക്കും ഇതിങ്ങനെ പഠിക്കണം, ഓക്കെ. ബട്ട് അതിലും ഉപരി നമ്മൾ മനുഷ്യരെ കാണുക, മനുഷ്യരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദ അൾട്ടിമേറ്റ് തിങ്. പ്രകൃതി അറിയുക എന്നുള്ളതും. അപ്പോൾ അതൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ മനുഷ്യരെ കാണാനും അറിയാനും ജീവിതം എന്താണെന്ന് പഠിക്കാനും എല്ലാത്തിനും ഉള്ള ഒരു മാർഗം കൂടിയാണ് പുസ്തകം. പക്ഷേ ഗുണഭോക്താവിന് നമ്മൾ വേണ്ടുന്ന അത്ര നന്ദിയോ പ്രാധാന്യമോ കൊടുക്കാറില്ല. അപ്പം അത് ഏത് കർമ്മത്തിലാണെങ്കിലും ഏത് പ്രവൃത്തിപഥത്തിലാണെങ്കിലും ആ മുന്നിലുള്ള വ്യക്തി, നമ്മുടെ ഗുണഭോക്താവ് ആരാണ് എന്നുള്ളത് കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. താങ്ക് യു മാം. എൻ്റെ വായനാലോകം. വായനാ ദിനത്തോടനുബന്ധിച്ച് ശ്രീമതി ദിവ്യ എസ് അയ്യർ IAS തന്റെ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടി. റേഡിയോ കൊച്ചി 90 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. എന്താ പറയുക, എപ്പോഴും ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് ആ ഒരു ചിരിയിൽ തന്നെ നമ്മളങ്ങോട്ട് നിറയും. എനിക്കെപ്പോഴും അങ്ങനെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ചിരിക്കുന്ന മനുഷ്യർ കുറവാണ്. ആ ഉള്ള നിറഞ്ഞ ചിരി എന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു ശക്തിയുള്ളൊരു കാര്യമാണ്. അത് അടുത്ത ആൾക്ക് കൊടുക്കുന്ന ഒരു എനർജി. അപ്പോൾ അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മൾ കാണുന്നതാണ് പ്രകൃതിയോടും മനുഷ്യരോടൊക്കെ അത്രയും നന്നായിട്ട് ഇടപഴകുന്ന നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ആണ് ഇന്ന് റേഡിയോ കൊച്ചി 90 FM നമ്മളോടൊപ്പം ഉള്ളത്. സ്നേഹത്തോടെ മാമിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ആക്ച്വലി എൻ്റെ വോയിസ് ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്, കാരണം ഭയങ്കര എന്താ പറയുക സന്തോഷത്തിലാണ്. എനിക്കത് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ ഒപ്പം ഇരിക്കാൻ കിട്ടിയ അവസരത്തിന് എനിക്കും ഒരുപാട് താങ്ക് യു മാം. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പേരുണ്ട് നമ്മളിങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കും അവരെ. അതായത് ഇപ്പം നമുക്ക് അടുത്ത് നിൽക്കണമെന്നോ ഫോട്ടോ എടുക്കണമെന്നോ അങ്ങനെയൊന്നും നമുക്ക് ആ ഒരു ലെവലിലേക്കൊന്നും നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ എവിടെയെങ്കിലും കണ്ടാൽ എന്താ പറയണേ, അവരെന്തായിരിക്കും പറയുന്നുണ്ടാവുക, അതൊന്ന് കേൾക്കണം എന്നുള്ളൊരു സംഭവം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു കാര്യം. അപ്പം അങ്ങനെ എടുത്തു പറയണ രണ്ടുപേരും, ഒന്ന് ഞാൻ ബോബി ജോസ് കട്ടിക്കാട് ഫാദറിനെ പറയും. അച്ഛൻ്റെ വായനകൾ, അച്ഛൻ എന്താ പറയണേന്ന് കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഒരിടയ്ക്ക് അച്ഛൻ ഇങ്ങനെ ടാനിയ എന്ന പേര് വിളിച്ചിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അയ്യോ എനിക്കൊന്നും വേണ്ട അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായത്. അപ്പം അച്ഛൻ്റെ ഒരു കൂട്ടായ്മയിൽ ഒരു പ്രാവശ്യം മാം പോയിട്ടുണ്ടായിരുന്നു, പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കൂട്ടായ്മ, അഞ്ചപ്പത്തിൻ്റെ ഇതിൽ. അപ്പം ആക്ച്വലി അത് കണ്ടപ്പം എനിക്ക് എങ്ങനെയും വന്ന് കാണണം, മാമിന് ആ സമയത്തൊന്ന് പേഴ്സണലി വന്ന് കണ്ട് സംസാരിക്കണം എന്നൊക്കെ അന്ന് ആഗ്രഹിച്ചിരുന്നു. അതേപോലെ എന്താ പറയണമെന്ന് കേൾക്കാൻ വേണ്ടി. പക്ഷെ അന്ന് നടന്നില്ല. അപ്പോൾ എനിക്ക് വിഷമം തോന്നി. പക്ഷെ എന്തായാലും ഒരു സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒന്ന് അച്ഛൻ ഒന്ന് മാമാണ് എനിക്ക് എപ്പോഴും പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം മോളോട് തന്നെ ഇപ്പം സ്പീച്ചും അതുമൊക്കെ അവൾ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, വേറൊന്നുമല്ല നമ്മളാരും കോപ്പി ചെയ്യണ്ട, ഒന്ന് കേട്ടിരിക്കൂ എന്നുള്ളൊരു രീതിയിൽ ഞാൻ പറയാറുണ്ട്. അപ്പം താങ്ക് യു മാം. അതിൻ്റെ ആദ്യത്തെ സന്തോഷമാണ് ഞാനിപ്പോൾ പങ്കുവെച്ചത്. ഒത്തിരി സന്തോഷം. മറ്റൊരു മനുഷ്യൻ്റെ ചിന്തയെക്കുറിച്ച് നമ്മൾ ഉത്സുകരാവുക എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ വളർച്ചയുടെ ഒരു അളവുകോലായിട്ട് ഞാൻ കാണുന്നത്. പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള സംഭാഷണങ്ങൾ നമുക്കുണ്ടാവുമല്ലോ ജീവിതത്തിൽ. അപ്പോൾ സാധാരണഗതിയിൽ ആളുകൾ ഈ മറ്റുള്ള വ്യക്തികളുടെ എന്താ പറയുക, ഈ കുശുമ്പും കുന്നായ്മയും കുശുകുശുപ്പും എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു തലത്തിലുള്ള ഒരു സംഭാഷണം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു അടുത്ത ശ്രേണിയിലുള്ളവർ എനിക്ക് തോന്നുന്നു മറ്റുള്ള വ്യക്തികളുടെ ജീവിത കഥകൾ അറിയാൻ അല്ലെങ്കിൽ അനുഭവങ്ങൾ അറിയാൻ ഉത്സുകരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ ഉത്സുകരായിട്ടുള്ള. നമ്മൾ പൊതുവെ മാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോൾ വാർത്തകൾ കാണുന്ന ഒരുവിധം എല്ലാ മലയാളികളും ഒരുപക്ഷെ ആ ഒരു ശ്രേണിയിലുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് എവിടെയാണ് നടക്കുന്നതെന്നുള്ള ആ ഒരു ഉത്സുകത ഉണ്ടാവും. അതിനും മുകളിലുള്ള ഒരു ശ്രേണിയിലാണ് ഞാൻ തനിയെപ്പോലുള്ള ആളുകളെ കാണുന്നത്. മറ്റൊരു മനുഷ്യൻ്റെ ചിന്താധാരയിൽ എന്താണ് എന്നുള്ളത് അറിയാമെന്ന് പറയുന്നത് എല്ലാവർക്കും അതിനോടൊരു അഭിനിവേശം തോന്നണമെന്നില്ല ശരിക്കും. മാം ഒരു കലാകാരിയാണ്. വായന എന്ന് പറയുന്നത് മാം വായനയുടെ ലോകത്താണ്. നല്ലൊരു പ്രകൃതി സ്നേഹിയാണ്. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യമാണ്. അപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ എവിടെയോ ഇങ്ങനെ കേട്ടുപോയൊരു കാര്യമാണ്, മാം ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ ഡിക്ഷണറി ഇങ്ങനെ വായിച്ച് പോകുന്നൊരു ഇതുണ്ടായിരുന്നു. ആ വേർഡ്സിന് ഭയങ്കര ഒരു പവർ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മാം അന്നിങ്ങനെ
ഇത് ചെയ്തു പോയിരുന്നതും ഞാനിങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, മാമിനെ സംബന്ധിച്ച് എന്താണ് വായന? ഈ തലമുറയോട്, പുതിയ തലമുറയോടും എല്ലാവരോടും തന്നെ, പ്രത്യേകിച്ച് കുഞ്ഞുമക്കളോടൊക്കെ വായനയുടെ ഒരു ശക്തി മാമിന് ഒരു ചെറിയ വേർഡ്സിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ ഇടത്തിൽ തന്നെ അതിൻ്റെ ഉത്തരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മറ്റൊരു വ്യക്തിയുടെ ചിന്താധാരയിൽ എന്താണ് എന്ന് കണ്ടെത്താൻ ഉള്ള ഒരു നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ഉത്സാഹം ഉണ്ടല്ലോ, അതാണ് ശരിക്കും വായന നമുക്ക് നൽകുന്ന സുഖം എന്ന് പറയുന്നത്, വായന നമുക്ക് നൽകുന്ന അനുഭൂതി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ത്രാണിയുള്ള വാക്കുകളിലൂടെയാണ് ഒരു സാഹിത്യകാരി അല്ലെങ്കിൽ സാഹിത്യകാരൻ നമ്മെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ജീവിതത്തിൽ പല ജീവിതങ്ങൾ ജീവിക്കാനുള്ള ഒരവസരമാണ്. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യ മോഹികളാണ്, സ്വാതന്ത്ര്യ ദാഹികളെന്ന് ഞാനിപ്പോൾ പറയില്ല. കാരണം പിന്നെ ആവശ്യത്തിന് ആ ദാഹം ശമിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യ മോഹികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉള്ള സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ അറിയാതെ എനിക്കിപ്പോഴും സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് സ്വാതന്ത്ര്യ മോഹികൾ എന്ന് ഞാൻ പറയാം. അപ്പം അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ തന്നെ മറ്റൊരു ഒരു പരിപ്രേക്ഷ്യമായിട്ടാണ് വായനയെ, പുസ്തകങ്ങളെ, സർഗാത്മകതയെ മൊത്തമായി കാണേണ്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാനാവില്ല. ഒരേ മാധ്യമത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രകാശിപ്പിക്കാനാവില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ആധുനിക തലമുറ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ചില കാര്യങ്ങൾ നമുക്ക് ഒരു ചിത്രമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം, ചിലപ്പോൾ ഒരു റീലായിരിക്കും നമുക്കിഷ്ടം, ചിലപ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കുറിപ്പായിരിക്കും നമുക്കിഷ്ടം, ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു രീതിയിലൂടെ ലൈവായിട്ട് ഫേസ്ബുക്കിൽ പോകുന്നതായിരിക്കും ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ പല രീതികളിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ പ്രകാശിപ്പിക്കാൻ ഇഷ്ടമാണ്. അതിൻ്റെ ഏറ്റവും ഒരു ചാലിച്ചെടുത്ത ഒരു രൂപമാണ് ഒരു പുസ്തകം എന്ന് ഞാൻ പറയും. ഇങ്ങനെ പല രൂപഭേദങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ ചിന്തകളെ ചാലിച്ചെടുത്ത ഒരു വലിയൊരു ഭണ്ഡാരമാണ് ഒരു പുസ്തകം എപ്പോഴും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രകാശിപ്പിക്കാൻ മാധ്യമങ്ങൾ അനവധി ഉണ്ടായിട്ടും മാർഗങ്ങൾ അനവധി ഉണ്ടായിട്ടും എന്താണ് പറയേണ്ടുന്നത് എന്നറിയാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. സത്യം. അപ്പോൾ അത് പണ്ട് നീറ്റ്ഷെ പറഞ്ഞിട്ടുള്ള ഒരു എഴുതിയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. അത് ഇന്നത്തെ കാലത്തിൻ്റെ മാത്രം പ്രത്യേകത അല്ല എന്ന് പറയാനാണ്. അപ്പോൾ കാലങ്ങളായി അതൊരു പ്രശ്നമാണ്. ദ മോർ ആൻഡ് മോർ മീൻസ് വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ്, ദ ലെസ് ആൻഡ് ലെസ് വി ഹാവ് ടു സേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മാർഗങ്ങളില്ലാഞ്ഞിട്ടല്ല ഈ പറയുന്ന സ്വാതന്ത്ര്യം നമുക്ക് വെട്ടിപ്പിടിക്കാനാവാത്തത്. പക്ഷേ ആ സ്വാതന്ത്ര്യം എങ്ങനെയാണ് വിനിയോഗിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ്, എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതിന് ഉത്തരം കിട്ടുക വായനയിലൂടെ ആയിരിക്കും. കാരണം ആ വായനയിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എന്നുള്ളതിലുപരിയായി ഈ എഴുതുന്ന ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് മാത്രമല്ല വായനയിലൂടെ നമുക്ക് കിട്ടുന്നത്. അത് തുറന്നു തരുന്ന കുറേ വാതിലുകളുണ്ട്. അതിലൂടെ നമ്മളിങ്ങനെ പല ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, പല ദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, പല കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ആ സഞ്ചാരങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അനുഭവ സമ്പത്തായി മാറുകയും എന്താണ് നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലൊരു ധാരണ നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എല്ലാവരും, പക്ഷേ ഇന്നത്തെ തലമുറ തനിയത് അങ്ങനെ ചോദിച്ചില്ല എങ്കിലും ഇന്നത്തെ തലമുറ അങ്ങനെ വായന കുറവാണ് എന്നുള്ള ഒരു ധാരണയുള്ള ആളല്ല ഞാൻ. അപ്പം ഇന്നത്തെ തലമുറ നന്നായിട്ട് വായിക്കുന്ന കുട്ടികളാണ്, വായനയിലോട്ട് എന്താ പറയുക ഒരു മമതയുള്ള കുട്ടികളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പരമ്പരാഗതമായിട്ട് വായന എന്ന് പറയുമ്പോൾ ഒരു ഗ്രന്ഥശാലയിൽ പുസ്തകം എടുത്ത് വച്ചിരുന്ന് വായിക്കുന്ന ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. പല രീതികളിൽ അവർ വായിക്കുന്നു, പക്ഷെ വായിക്കാതിരിക്കുന്നില്ല. അതെ. മാം എപ്പോഴും ആ പുസ്തകത്താൾ ഇങ്ങനെ മറച്ച് വായിക്കുന്നതാണോ മാമിൻ്റെ ഒരു? അതെ. അത് അതിൻ്റെ ഭയങ്കര ഒരു പ്രണയാർദ്രമായിട്ടുള്ള ഒരു ഫീല്. എനിക്ക് ഓരോ പുസ്തകവും ഞാൻ കയ്യിലെടുക്കുമ്പോൾ എനിക്ക്
ശരിക്കും ഇങ്ങനെ ഒരുപാട് സ്നേഹമാണ് മനസ്സിലെപ്പോഴും വരിക ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ എനിക്ക്. അപ്പോൾ പ്രണയാർദ്രം എന്ന് കേൾക്കാൻ സുഖമുള്ളതിന് മാത്രം വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഓരോ പുസ്തകം എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാസ്മരികത ഉണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. നമ്മുടെ ഉള്ളിലിങ്ങനെ ഒരു രോമാഞ്ചം വരുന്ന ഒരു പറയുമ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് ചിലപ്പോൾ കേൾക്കുന്നവർ പറയുമായിരിക്കും. പക്ഷെ അങ്ങനെ പുസ്തകങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്താ പറയുക, എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ അങ്ങനെ എണിത്തീരാൻ പറ്റാത്ത തലത്തിൽ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ, അതും സമ്മതിക്കണം. ഞാൻ കുറച്ച് പുസ്തകങ്ങളെ വായിച്ചിട്ടില്ലായിരിക്കുള്ളൂ. അതായത് എന്നെക്കാളും ഇപ്പോൾ ഒരുപാട് വായിക്കുന്ന അനവധി പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുക്കുന്ന ഓരോ പുസ്തകവും പൂർണ്ണമായിട്ട് അത് എൻ്റേതായിട്ട് അങ്ങ് മാറും. അതായത് ഞാൻ ഓൺ ചെയ്ത് അതെ. അപ്പോൾ അത് ഭൗതികമായിട്ട് അത് എൻ്റേതാവുന്നു എന്നുള്ളത് മാത്രമല്ല, പക്ഷേ അത് മാനസികമായിട്ട് ഏതൊക്കെ തലങ്ങളിൽ അത് എൻ്റേതാക്കാൻ സാധിക്കുമോ ആ തലങ്ങളിലൊക്കെ ഞാൻ അതിനെ എൻ്റേതാക്കി മാറ്റും. അങ്ങനെ ആകുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു മാന്ത്രികതയുണ്ട് പുസ്തകങ്ങളുടെ. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് ഒരു വായനോത്സവത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. എനിക്ക് പണ്ട് ഞാൻ മസൂരിയിൽ ട്രെയിനിങ്ങിന് IAS അക്കാഡമിയിൽ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ഒരു ലൈബ്രറി ഉണ്ട്, ഗാന്ധി ദർശൻ ലൈബ്രറി. അപ്പോൾ നമ്മളെല്ലാവരും IAS കിട്ടണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴും ഏറ്റവും അധികം ഇങ്ങനെ ഒരു സ്വർഗവാതിൽ തുറക്കുന്നു എന്നുള്ള മട്ടിലാണ് നമ്മൾ ഈ മസൂരി അക്കാഡമിയെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ലബാസിന മസൂരി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വർഗവാതിൽ തുറന്ന് അതിൻ്റെ അകത്ത് കയറിയപ്പോഴും അതിൻ്റെ ഉള്ളിലെ ഒരു ഗർഭഗൃഹം എന്ന് പറയുന്നത് എനിക്ക് ഈ ലൈബ്രറി ആയിരുന്നു. അവിടെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആകൃഷ്ടരാകുന്നത് ഹിമാലയ സാനുക്കളുടെ താഴ്വരയിലാണ് ഈ അക്കാഡമി ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ അക്കാഡമിയിലെ ലോണിൽ നിന്ന് നേരെ കാണുന്നത് ഹിമാലയ സാനുക്കളാണ് ശരിക്കും. അപ്പം അത്ര കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹാരിതയുള്ള സ്ഥലമാണ്, അങ്ങനെ മഞ്ഞുമലകളാണ് ഫുള്ളും. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും എനിക്ക് അതിനേക്കാളൊക്കെ കൂടുതൽ ഈ പറയുന്ന പ്രണയാർദ്രമായിട്ട് തോന്നിയിട്ടുള്ള ഇടം ആ ലൈബ്രറിയാണ്. എനിക്കിപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാന്തശക്തിയാണ്. അത് ഈ പറഞ്ഞ പോലെ പരസ്പരം ഒരു ബന്ധം ഉണ്ടാവണം. അതെ, അത് വേണം. വായനക്കാരനും അല്ലെങ്കിൽ വായനക്കാരിയും പുസ്തകവും തമ്മിലും അതുപോലെ ഒരു ബന്ധം ഉണ്ടാവണം. എങ്കിലേ ഇതിൻ്റെ ഈ മാസ്മരികതയൊക്കെ നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ഞാൻ ലൈബ്രറിയിൽ എന്നും വൈകുന്നേരം ഞാൻ അവിടെ ഉള്ള ദിവസങ്ങളെല്ലാം ഞാൻ വൈകുന്നേരം ലൈബ്രറിയിൽ പോകുമായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നേരെ ലൈബ്രറിയിൽ കയറിക്കും എൻ്റെ യാത്ര. അങ്ങനെ അവിടെ പോയി ചിലപ്പോൾ 1 പേജായിരിക്കും വായിക്കുന്നത്, 2 പേജായിരിക്കും, ചിലപ്പോൾ ഒന്നുമേ വായിക്കില്ലായിരിക്കും. അതിലൂടെ വെറുതെ ചുറ്റി നടക്കുക, പരതി നടക്കുക എന്നുള്ളത് തന്നെ മനഃശാന്തി തരുന്നൊരു കാര്യമാണ്. എനിക്ക് ഓർമ്മയില്ല, ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്ന് മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറയുന്നത്, അവിടെ ഇതുപോലെ ഒരു ദിവസം ഞാൻ ഒരു പുസ്തകം എടുത്തിട്ട്, ഒർഹാൻ പാമുക്കിൻ്റെ ഒരു പുസ്തകമായിരുന്നു. അപ്പോൾ ആ പുസ്തകം എടുത്തിട്ട് ഞാൻ ഈ ലൈബ്രറിയുടെ അവിടെ വായിക്കാനുള്ള ലൗഞ്ചസ് ഉണ്ട്, ചെറിയ സോഫ പോലത്തെ. അപ്പോൾ ഈ ലൗഞ്ചിൽ വന്ന് ഞാൻ ഇരുന്നു. അപ്പോൾ അത് ആ സോഫ എൻ്റെ നേരെ പുറകിലൊരു വലിയൊരു ജനാലയാണ്, അടികളും കമ്പികളും ഒന്നുമില്ല, വലിയൊരു ജനാലയാണ്. ആ ജനാലയിലൂടെ ഈ പറയുന്ന മഞ്ഞുമലകളും ഹിമാലയ സാനുക്കളുമാണ് കാണുന്നത്. അപ്പോൾ മുന്നിൽ കാണാത്ത ദൂരത്തോളം തടി ഷെൽഫുകളിൽ പുസ്തകങ്ങൾ. അപ്പം അതാണ് നമ്മുടെ രംഗം, ഒന്ന് ഓർത്ത് നോക്കും. ആ ലൈബ്രറിയിൽ വേറൊരു മനുഷ്യൻ പോലും ഇല്ല, ആ പ്രദേശം എനിക്ക് കാണാവുന്നിടത്തൊന്നും ഒരു മനുഷ്യനും ഇല്ല. അപ്പം ഞാനും ഈ പുസ്തകങ്ങളും എൻ്റെ കയ്യിൽ ഈ പാമുക്കിൻ്റെ ഈ ബുക്കും പുറകിൽ ഈ മഞ്ഞുമലകളും ഇങ്ങനെ അവിടെ ഇങ്ങനെ സ്വർഗതുല്യമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് അതങ്ങ് വായിക്കാൻ തുടങ്ങി. കുറച്ച് നേരം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ഒരു പട്ടണത്തിൻ്റെ വർണ്ണനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇസ്താൻബുളിൻ്റെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് ഞാൻ പറയുന്നത്, എനിക്ക് വാക്കുകളൊന്നും അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. പക്ഷേ ഹൗ ഐ ഫെൽറ്റ് അറ്റ് ദാറ്റ് ടൈം, that is unbelievable and that cannot be erased, അപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത്. അപ്പോൾ ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇങ്ങനെ 1-2 പേജുകൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വർണ്ണനയ്ക്കനുസരിച്ച് ഞാൻ ആ നഗരം അല്ലെങ്കിൽ ആ പട്ടണം ഞാനൊന്ന് ഇങ്ങനെ എൻ്റെ ഭാവനയിലൊന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാനതിങ്ങനെ വിഭാവന ചെയ്ത് വരുമ്പോൾ ഇതിൽ പറയുന്ന ഒരു മഴവില്ലിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്, ആ പട്ടണത്തിലെ ഒരു മഴവില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് വിഭാവന ചെയ്ത് നേരെ തിരിഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ മനനം ചെയ്ത് പതുക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങോട്ട് ചാഞ്ഞൊന്ന് തിരിഞ്ഞ് പുറത്ത് ആ ജനാലയിലൂടെ പുറത്ത് നോക്കിയപ്പോൾ ആ മഞ്ഞുമലകളുടെ മുകളിൽ, ഹിമാലയത്തിൻ്റെ മുകളിൽ ഒരു വലിയ മഴവില്ല്. അവിടെ വലിയ മഴ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ മഴവില്ലതാണ്.
അത് ശരിക്കും നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുട്ടികൾക്ക് ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്ന പോലെ അത്രയും ആ ലെയേഴ്സ് ഓരോന്നും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ടുള്ള ഒരു മഴവിൽ അവിടെ ഇങ്ങനെ വിടർന്നു പൂത്ത് നിൽക്കുന്നു. ഞാനിത് വായിച്ച് കണ്ണടച്ച് അങ്ങോട്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഈ ചിന്തകളാണോ ഞാൻ ഈ കാണുന്നത്, ശരിക്കും അവിടെ മഴവിലുള്ളതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ വേറൊരു ലോകത്തായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് ഫോൺ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു സംശയം തീർക്കാനായിട്ട് ഞാനൊരു ചിത്രം എടുത്തു. ഫോണിൽ ക്യാപ്ചർ ആവുന്നുണ്ടോ അതോ ഇനി എനിക്ക് തലയ്ക്ക് എന്തെങ്കിലും പറ്റിയതാണോ തോന്നിയതാണോ എന്ന് അറിയാനായിട്ട്. അങ്ങനെ ആ ചിത്രം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് ആ മഴവില്ല് കണ്ടു എന്നുള്ളത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു അനുഭവം എന്ന് മാത്രമല്ല, പക്ഷേ പ്രതീകാത്മകമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശരിക്കും പുസ്തകങ്ങളിൽ നിന്ന് അത്രത്തോളം ഒപ്പിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു ഗൂസ് ബംസ് വരുന്ന ഒരു അവസ്ഥയായിരുന്നു മാം. അപ്പം എനിക്ക് ആക്ച്വലി ഞാൻ അടുത്ത ചോദിക്കാനിരുന്നത് മാം മനുഷ്യരായിട്ടുള്ളൊരു ഇപ്പോൾ IAS ട്രെയിനിങ്ങിലുള്ള കുട്ടികളോട് മാം ക്ലാസ് എടുക്കുന്ന അതൊരു വീഡിയോ ഞാൻ കണ്ടതെന്ന് തോന്നുന്നു. അപ്പം അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. മനുഷ്യരെ മനസ്സിലാക്കുക, മനുഷ്യരെ കുറേ കൂടെ കാണുക. അപ്പോൾ പുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളതൊക്കെ അതൊരു വഴിക്ക് നടക്കും. അത് നമ്മൾ അത്രയ്ക്കും അതിങ്ങനെ ഇതിങ്ങനെ പഠിക്കണം, ഓക്കെ. ബട്ട് അതിലും ഉപരി നമ്മൾ മനുഷ്യരെ കാണുക, മനുഷ്യരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദ അൾട്ടിമേറ്റ് തിങ്. പ്രകൃതി അറിയുക എന്നുള്ളതും ആക്ച്വലി നമ്മൾ ഈ മനുഷ്യരെ കാണാനും അറിയാനും ജീവിതം എന്താണെന്ന് പഠിക്കാനും എല്ലാത്തിനുമുള്ള ഒരു മാർഗം കൂടിയാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഞാനിപ്പോൾ എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നുള്ള ഒരു ആംഗിളിൽ നിന്നും നോക്കാതെ നമ്മൾ ഒരു വായനക്കാരി അല്ലെങ്കിൽ വായനക്കാരൻ എന്നുള്ള ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പുസ്തകം ഓരോ വ്യക്തിയുടെ കയ്യിലെത്തുമ്പോഴും അത് മറ്റൊരു പുസ്തകമായിട്ട് മാറുക ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പുസ്തകം, ഇപ്പോൾ അത് എൻ്റെ പുസ്തകത്തിൻ്റെ 14 പതിപ്പ് ഇറങ്ങി എന്ന് പറയുമ്പോൾ ശരിക്കും അത് 14,000 പുസ്തകങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന്. അത്രയും ആളുകളുടെ കയ്യിലെടുക്കുമ്പോൾ ഓരോരുത്തരും അത് കയ്യിലെടുക്കുമ്പോൾ അത് അവരുടേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു പുതിയ പുസ്തകമായിട്ട് ജനിക്കുകയാണ് വീണ്ടും ശരിക്കും. അപ്പോൾ അത് മനുഷ്യനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗം മാത്രമാണ് പുസ്തകങ്ങൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് മാർഗം സ്വീകരിച്ചാലും, അത് സാഹിത്യമായാലും കലയായാലും പൊതുജന സേവനമായാലും ഈ പറഞ്ഞ ഭരണമായാലും അല്ല നിങ്ങൾ ബിസിനസ്സാണ്, സംരംഭകനാണ്, എന്തായാലും എന്ത് കാര്യമായാലും അത് മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏക വിജയം എന്നുള്ളത്. നമ്മൾ പലപ്പോഴും നമുക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് 2 കൂട്ടം ആളുകളുണ്ടായിരിക്കും. നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ പ്രവൃത്തി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് ഉത്തേജനം നൽകുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് അറിവ് നൽകുന്ന, അതായത് നമ്മളെ പിന്തുണയ്ക്കുന്ന, നമ്മുടെ പിറകിൽ എന്ന് പറയും ബലമായിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ടായിരിക്കും എപ്പോഴും. അത് ചിലപ്പോൾ അവർ പ്രത്യക്ഷമായിട്ടുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ അദൃശ്യരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ആരെങ്കിലും ഉണ്ടായിരിക്കും. ആരും ഒരു കാര്യം ഒന്നും ഒരു ലോകത്ത് ഒറ്റയ്ക്ക് ചെയ്ത് തീർത്തിട്ടില്ല, സത്യമാണ്. അപ്പം അങ്ങനെ പിൻബലമായിട്ട് നിൽക്കുന്ന കുറച്ചുപേരുണ്ടാവും. നമ്മളെപ്പോഴും അവരെക്കുറിച്ച് മാത്രമേ സാധാരണഗതിയിൽ ചിന്തിക്കാറുള്ളൂ, അവർക്ക് മാത്രമേ നന്ദി പറയാറുള്ളൂ, അല്ലേ? യെസ്, കറക്റ്റാണ് മാം. ഒരു വിജയം കൈവരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ. അതെ അതെ. പക്ഷേ അതേപോലെ തുല്യ പ്രാധാന്യമുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം ലഭിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ദോഷം ലഭിക്കുന്ന വ്യക്തികളാണ്, അല്ലേ? യെസ് യെസ്. അപ്പോൾ ഈ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നവരെ നമ്മൾ സാധാരണഗതിയിൽ അവരെ നിർവചിക്കാറില്ല, അവർക്ക് നന്ദി പറയാറില്ല. പക്ഷേ അവരില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രവൃത്തി അർത്ഥവത്താകില്ല, അല്ലേ? നമ്മൾ എന്ത് ചെയ്താലും. ഞാൻ ഏറ്റവും നല്ല ഡോക്ടർ ആണെങ്കിൽ എന്നെ വിശ്വസിച്ചൊരു രോഗി മുന്നിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും നല്ല ഡോക്ടറായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ മുന്നിലുള്ള വ്യക്തി എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. ആ ഗുണഭോക്താവ് എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. ആ ഗുണഭോക്താവ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും അങ്ങോട്ട് നൽകാനാകൂ. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നല്ലൊരു പ്രഭാഷകയായിട്ട് മാറില്ലല്ലോ. തനിക്ക് എന്നെ കേൾക്കാൻ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നല്ല പ്രഭാഷകയാവുന്നത്. അപ്പം അത് പരസ്പര പൂരകമാണ്. പക്ഷേ ഗുണഭോക്താവിന് നമ്മൾ വേണ്ടുന്ന അത്ര നന്ദിയോ പ്രാധാന്യമോ കൊടുക്കാറില്ല. അപ്പം അത് ഏത് കർമ്മത്തിലാണെങ്കിലും ഏത് പ്രവൃത്തി പഥത്തിലാണെങ്കിലും ആ മുന്നിലുള്ള വ്യക്തി, നമ്മുടെ ഗുണഭോക്താവ് ആരാണ് എന്നുള്ളത് കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക. താങ്ക് യു മാം. നമ്മളിപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ വളരെ വിഷമത്തോടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും തുടരും അങ്ങനെ മറ്റൊരവസരത്തിൽ. അതെ, മറ്റൊരവസരത്തിൽ മാം ഇനിയും നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വരും. എൻ്റെ വായനാലോകം. വായനാനുഭവങ്ങൾ
പരിപാടിയിൽ പങ്കുവച്ച് സംസാരിച്ചത് ശ്രീമതി ദിവ്യ എസ് അയ്യർ IAS.